ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഗോപകുമാർ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കർണാടക എംപിയും ജെഡിഎസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡന കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത ചൂട് തുടരുന്നു. ബീഹാറിലും ഒഡീഷയിലും സൂര്യാഘാതമേറ്റ് നിരവധി മരണം. പുകയിലയുടെ ഉപയോഗത്തിലൂടെയുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. ഈ ഘട്ടത്തോടെ പോളിംഗ് പ്രക്രിയകൾ രാജ്യത്ത് പൂർത്തിയാകും. 8 സംസ്ഥാനങ്ങളിലും കേന്ദ്രഭരണ പ്രദേശങ്ങളിലുമായുള്ള 57 മണ്ഡലങ്ങളിലേക്കാണ് ഈ ഘട്ടത്തിൽ വോട്ടെടുപ്പ്. നിശബ്ദ പ്രചാരണമാണ് ഇന്ന് നടക്കുന്നത്. ഉത്തർപ്രദേശ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ 13 വീതവും പശ്ചിമബംഗാളിൽ 9-ഉം ബീഹാറിൽ 8-ഉം ഒഡീഷയിൽ 6, ഝാർഖണ്ഡിൽ 3-ഉം ഹിമാചൽ പ്രദേശിൽ 4-ഉം ചണ്ഡിഗഡിലെ ഒരു ലോക്സഭാ മണ്ഡലത്തിലുമാണ് വോട്ടെടുപ്പ് നടക്കുന്നത്. രാവിലെ 7 മണിക്ക് വോട്ടെടുപ്പ് ആരംഭിക്കും. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രി അനുരാഗ് സിംഗ് ഠാക്കൂർ, കോൺഗ്രസ് നേതാവ് വിക്രമാദിത്യ സിംഗ്, തൃണമൂൽ കോൺഗ്രസ് നേതാവ് അഭിഷേക് ബാനർജി തുടങ്ങിയവരാണ് 7ാം ഘട്ടത്തിൽ ജനവിധി തേടുന്ന പ്രമുഖർ. സുഗമവും സുതാര്യവുമായ വോട്ടെടുപ്പിന് വിപുലമായ ക്രമീകരണങ്ങൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അറിയിച്ചു. എല്ലാ പോളിംഗ് കേന്ദ്രങ്ങളിലും അടിസ്ഥാന സൌകര്യങ്ങളും സജ്ജമാക്കിയിട്ടുണ്ട്. ജൂൺ 4-നാണ് വോട്ടെണ്ണൽ. വിപുലമായ ക്രമീകരണങ്ങളാണ് വോട്ടെണ്ണലിനായി വിവിധ സംസ്ഥാനങ്ങളിൽ ഒരുക്കിയിരിക്കുന്നത്. പ്രധാനമന്ത്രിയും മുതിർന്ന ബിജെപി നേതാവുമായ നരേന്ദ്രമോദി കന്യാകുമാരിയിലെ വിവേകാനന്ദ പാറയിൽ ധ്യാനം തുടരുന്നു. 3 ദിവസത്തെ സന്ദർശനത്തിനായി ഇന്നലെ വൈകുന്നേരമാണ് അദ്ദേഹം കന്യാകുമാരിയിലെത്തിയത്. കന്യാകുമാരി ദേവി ക്ഷേത്രത്തിൽ ദർശനം നടത്തിയ ശേഷമാണ് അദ്ദേഹം ധ്യാനം ആരംഭിച്ചത്. നാളെ ധ്യാനം പൂർത്തിയാക്കിയ ശേഷം വൈകുന്നേരം 3:30ഓടെ ശ്രീ മോദി കന്യാകുമാരിയിൽ നിന്നും തിരുവനന്തപുരത്തേക്കും തുടർന്ന് ന്യൂഡൽഹിയിലേക്കും മടങ്ങും. സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. തിരുവനന്തപുരം, കൊല്ലം ഒഴികെയുള്ള ജില്ലകളിൽ ഇന്നും നാളെയും മഞ്ഞ ജാഗ്രത നൽകിയിരിക്കുകയാണ്. സംസ്ഥാനത്ത് ഇന്നലെ കാലവർഷം എത്തിയതായി കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിരുന്നു. കേരള, ലക്ഷദ്വീപ് തീരങ്ങളിൽ മണിക്കൂറിൽ 55 കിലോമീറ്റർ വരെ വേഗതയിൽ വീശിയടിച്ചേക്കാവുന്ന കാറ്റിനും മോശം കാലാവസ്ഥയ്ക്കും സാധ്യതയുള്ളതിനാൽ മീൻപിടുത്തത്തിന് പോകരുതെന്നും മുന്നറിയിപ്പുണ്ട്. തിരുവനന്തപുരം ജില്ലയിൽ ആഴ്ചകളായി തുടരുന്ന ശക്തമായ മഴയ്ക്ക് ശമനമായി. മലയോര മേഖലകളിലും നഗരപ്രദേശങ്ങളിലും മഴ കുറഞ്ഞിട്ടുണ്ട്. ജില്ലയിലെ പ്രധാന നദികളായ വാമനപുരം, നെയ്യാർ എന്നിവിടങ്ങളിൽ ജലനിരപ്പ് താഴ്ന്നിട്ടുണ്ട്. അതേസമയം ചുഴലിക്കാറ്റ് മുന്നറിയിപ്പിനെ തുടർന്ന് മുട്ടത്തറയിൽ ദുരിതാശ്വാസ കേന്ദ്രം തുറന്നു. കൊല്ലം ജില്ലയിൽ മഴക്കെടുതി വ്യാപകമായി തുടരുകയാണ്. കഴിഞ്ഞ ദിവസങ്ങളിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ 2 പേർക്കായി തെരച്ചിൽ തുടരുന്നു. ജില്ലയിൽ ആകെ 15 ദുരിതാശ്വാസ ക്യാമ്പുകൾ പ്രവർത്തിക്കുന്നുണ്ട്. സംസ്ഥാനത്ത് കാലവർഷം എത്തിയ സാഹചര്യത്തിൽ പകർച്ചവ്യാധികൾക്കെതിരെ അതീവ ജാഗ്രത പുലർത്തണമെന്ന് മന്ത്രി വീണ ജോർജ്. എലിപ്പനി, ഡെങ്കിപ്പനി, വയറിളക്ക രോഗങ്ങൾ, H1N1 തുടങ്ങിയ പകർച്ചവ്യാധികളാണ് പൊതുവെ കൂടുതലായി കാണുന്നത്. വെള്ളക്കെട്ട് ഉണ്ടാകുന്നതിനാൽ എലിപ്പനിക്കെതിരെ വളരെയേറെ ശ്രദ്ധിക്കണം. ജില്ലാതലത്തിൽ ഒരു ആശുപത്രിയിലെങ്കിലും രാത്രി 8 മണിവരെ പ്രത്യേക പനി OP ഉണ്ടായിരിക്കണമെന്ന് മന്ത്രി നിർദ്ദേശിച്ചു. എല്ലാ മെഡിക്കൽ കോളേജിലും പനി ക്ലിനിക് ആരംഭിക്കും. കുടിവെള്ളത്തിൽ മഴ വെള്ളം കലരുന്നതിനാൽ കിണറുകൾ ഉൾപ്പെടെയുള്ള കുടിവെള്ള സ്രോതസ്സുകൾ സൂപ്പർ ക്ലോറിനേറ്റ് ചെയ്യണം. വയറിളക്ക രോഗങ്ങൾക്കെതിരെയും ശ്രദ്ധയുണ്ടാവണമെന്നും തിളപ്പിച്ചാറ്റിയ വെള്ളം മാത്രം കുടിക്കണമെന്നും ആരോഗ്യമന്ത്രി നിർദ്ദേശിച്ചു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച കോട്ടയം ജില്ലയിലെ പായിപ്പാട്ട് പ്രതിരോധ നടപടികൾ തുടങ്ങി. പായിപ്പാട് എട്ടിയാക്കരി പാടശേഖരത്തിൽ താറാവുകൾക്ക് ഇന്നലെയാണ് പക്ഷിപ്പനി സ്ഥിരീകരിച്ചത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. പക്ഷിപ്പനി സ്ഥിരീകരിച്ച പായിപ്പാട് ഗ്രാമപഞ്ചായത്തിലെ താറാവ് ഫാമിലെ 18,000 താറാവുകളെയും പക്ഷിപ്പനി ബാധിത മേഖലയായി പ്രഖ്യാപിച്ച 1 കിലോമീറ്റർ ചുറ്റളവിലെ വളർത്തുപക്ഷികളെയും ദയാവധം ചെയ്ത് ശാസ്ത്രീയമായി സംസ്കരിക്കുന്ന നടപടി തുടങ്ങി. മൃഗസംരക്ഷണ വകുപ്പിന്റെ ദ്രുതകർമ്മ സംഘം ഇതിനായി സ്ഥലത്തെത്തി. പുത്തൻപുരയിൽ ഔസേബ് മാത്യു എന്നയാളുടെ ഫാമിലെ താറാവുകൾ കൂട്ടത്തോടെ ചത്തതിനെ തുടർന്ന് ഭോപ്പാലിലെ ലാബിൽ നടത്തിയ പരിശോധനയിലാണ് H5N1 സ്ഥിരീകരിച്ചത്. മൃഗസംരക്ഷണ വകുപ്പിന്റെ മണർകാട്ടെ കോഴി വളർത്തൽ കേന്ദ്രത്തിലെ കോഴികളെയും ഈയിടെ പക്ഷിപ്പനി ബാധിച്ചിരുന്നു. ലൈംഗിക പീഡന കേസിൽ കർണാടക എംപിയും ജെഡിഎസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണ അറസ്റ്റിൽ.
ജർമ്മനിയിലെ മ്യൂണിക്കിൽ നിന്നും മടങ്ങിവരവെ ബംഗളൂരു വിമാനത്താവളത്തിൽ നിന്നും ഇന്നലെ അർദ്ധരാത്രിയോടെയാണ് അറസ്റ്റ് ചെയ്തത്. സ്ത്രീകളെ ലൈംഗികമായി പീഡിപ്പിക്കുന്നതിന്റെ വീഡിയോ ദൃശ്യങ്ങൾ പുറത്തുവന്നതിന് പിന്നാലെ പ്രജ്വൽ രേവണ്ണ ഏപ്രിൽ 26-ന് രാജ്യം വിട്ടിരുന്നു. പ്രത്യേക അന്വേഷണ സംഘത്തിനാണ് കേസന്വേഷണത്തിന്റെ ചുമതല. പ്രജ്വൽ രേവണ്ണയുടെ മുൻകൂർ ജാമ്യഹർജി ജനപ്രതിനിധികൾക്കുള്ള പ്രത്യേക കോടതി ഇന്ന് പരിഗണിക്കെയാണ് മടങ്ങിവരവ്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന യൂട്യൂബ് ചാനലിൽ ലഭ്യമാണ്. കൂടുതൽ വാർത്തകൾക്കായി ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം എന്ന ഫേസ്ബുക്ക് പേജും @AER_News_TVM എന്ന എക്സ് ഹാൻഡിലും സന്ദർശിക്കാം. രാജ്യത്തിന്റെ വടക്കു പടിഞ്ഞാറ് മധ്യഭാഗങ്ങളിൽ അനുഭവപ്പെടുന്ന ഉഷ്ണതരംഗം ഇന്നു മുതൽ കുറഞ്ഞു തുടങ്ങുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. പഞ്ചാബ്, ഹരിയാന, ചണ്ഡിഗഡ്, ഡൽഹി, രാജസ്ഥാൻ, ഉത്തർപ്രദേശ്, ബീഹാർ, ഝാർഖണ്ഡ്, ഒഡീഷ എന്നീ പ്രദേശങ്ങളിൽ താപനില 2 മുതൽ 4 ഡിഗ്രി സെൽഷ്യസ് വരെ താഴും. എന്നാൽ മധ്യപ്രദേശ്, വിദർഭ, ഉത്തരാഖണ്ഡ് എന്നിവിടങ്ങളിൽ ഉയർന്ന പകൽച്ചൂട് തുടരും. അതേസമയം തെക്ക് പടിഞ്ഞാറൻ മൺസൂൺ കേരളത്തിലും രാജ്യത്തിന്റെ വടക്ക് കിഴക്കൻ ഭാഗങ്ങളിലേക്കും ഒരുപോലെ വ്യാപിച്ചതായും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. അരുണാചൽ പ്രദേശ്, അസം, മേഘാലയ, നാഗാലാന്റ്, മണിപ്പൂർ, മിസോറാം, ത്രിപുര, സിക്കിം എന്നീ സംസ്ഥാനങ്ങളിൽ അടുത്ത 6 ദിവസങ്ങളിൽ മഴയ്ക്കൊപ്പം ഇടിമിന്നലിനും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ട്. ഒഡീഷയിലെ സുന്ദർഗഡ് ജില്ലയിൽ 14 പേർ സൂര്യാഘാതമേറ്റ് മരിച്ചതായി നിഗമനം. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി ഒഡീഷ കടുത്ത ചൂടിലൂടെയാണ് കടന്നുപോകുന്നത്. പോസ്റ്റ്മോർട്ടത്തിന് ശേഷമേ മരണത്തിന്റെ യഥാർത്ഥ കാരണം കണ്ടെത്താനാകൂ. ബീഹാറിൽ സൂര്യാഘാതത്തിൽ 29 പേർ മരിച്ചു. കഴിഞ്ഞ 24 മണിക്കൂറിലാണ് ഈ മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത്. 200-ൽ അധികം പേർ കടുത്ത ചൂടിൽ അസുഖബാധിതരായി. 48 ഡിഗ്രി സെൽഷ്യസ് താപനില രേഖപ്പെടുത്തിയ ഔറംഗാബാദ് ജില്ലയിലാണ് ഏറ്റവും കൂടുതൽ മരണമുണ്ടായത്. ബീഹാറിലെ വിവിധ ജില്ലകളിൽ പകൽ താപനില കഴിഞ്ഞ ദിവസം 47 ഡിഗ്രി സെൽഷ്യസ് വരെ എത്തിയിരുന്നു. ഉഷ്ണതരംഗത്തിന്റെ പശ്ചാത്തലത്തിൽ അംഗൻവാടികൾ ഉൾപ്പെടെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും അടുത്ത മാസം 8 വരെ അവധി നൽകിയിരിക്കുകയാണ്. സൂര്യാഘാതമേറ്റ് ചികിത്സ തേടുന്നവർക്കായി ഡൽഹിയിലെ റാം മനോഹർ ലോഹ്യ ആശുപത്രിയിൽ പ്രത്യേക റെഡ് സോൺ സജ്ജീകരിച്ചു. ഐസ്, ജലം, വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ എന്നിവ ഇവിടെ ക്രമീകരിച്ചതായി ആശുപത്രി അധികൃതർ അറിയിച്ചു. നഗരത്തിലെ 26 സർക്കാർ ആശുപത്രികളിലും സൂര്യാഘാതമേറ്റ് ചികിത്സ തേടുന്നവർക്കായി 2 കിടക്കകൾ മാറ്റിവെക്കണമെന്ന് ഡൽഹി സർക്കാർ നിർദ്ദേശിച്ചു. കനത്ത ചൂട് തുടരുന്ന ഡൽഹിയിൽ 49 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയർന്ന സാഹചര്യത്തിലാണ് നടപടി. ജീവനക്കാർക്കുള്ള ഗ്രാറ്റുവിറ്റി തുകയുടെ പരമാവധി പരിധി 20 ലക്ഷത്തിൽ നിന്ന് 25 ലക്ഷം രൂപയായി കേന്ദ്ര സർക്കാർ പുതുക്കി. പേഴ്സണൽ, പബ്ലിക് ഗ്രീവൻസ് ആന്റ് പെൻഷൻ മന്ത്രാലയം ഇത് സംബന്ധിച്ച് ഔദ്യോഗിക ഉത്തരവ് ഇന്നലെ പുറത്തിറക്കി. പുതുക്കിയ പരിധി 2024 ജനുവരി 1 മുതൽ മുൻകാല പ്രാബല്യത്തോടെ ജീവനക്കാർക്ക് ലഭിക്കും. ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. പുകയിലയുടെ ഉപയോഗത്തിലൂടെയുണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനാണ് എല്ലാ വർഷവും മെയ് 31 ലോക പുകയില വിരുദ്ധ ദിനമായി ആചരിക്കുന്നത്. ലോകാരോഗ്യ സംഘടനയുടെ കണക്കനുസരിച്ച് ഓരോ വർഷവും 8 ദശലക്ഷത്തിലധികം ആളുകളുടെ മരണത്തിന് പുകയില കാരണമാകുന്നു. പുകയില വ്യവസായങ്ങളുടെ ഇടപെടലിൽ നിന്ന് കുട്ടികളെ സംരക്ഷിക്കുക എന്നതാണ് ഈ വർഷത്തെ പുകയില വിരുദ്ധ ദിന പ്രമേയം. ജമ്മു കാശ്മീരിൽ ഇന്നലെയുണ്ടായ വാഹനാപകടത്തിൽ മരിച്ചവരുടെ എണ്ണം 22ആയി. ശിവ് ഘോരിയിലേക്കുള്ള തീർത്ഥാടകരുടെ ബസ് അഖ്നൂറിൽ കൊക്കയിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത്. യുപിയിൽ നിന്നും രാജസ്ഥാനിൽ നിന്നുമുള്ള തീർത്ഥാടകരാണ് ബസ്സിലുണ്ടായിരുന്നത്. 69 പേർക്ക് അപകടത്തിൽ പരിക്കേറ്റു. ജമ്മു കാശ്മീരിലെ പൂഞ്ച് ജില്ലയിൽ സുരക്ഷാസേനയും ഭീകരവാദികളും തമ്മിൽ ഏറ്റുമുട്ടലുണ്ടായി. മേഖലയിൽ ഭീകരരുടെ സാന്നിധ്യം സംബന്ധിച്ച് വിവരം ലഭിച്ചതിനെ തുടർന്ന് പോലീസും കരസേനയും ഇന്നലെ രാത്രി നടത്തിയ തിരച്ചിലിന് ഇടെയാണ് ഏറ്റുമുട്ടലുണ്ടായത്. ഭീകരർ സേനാംഗങ്ങൾക്ക് നേരെ വെടിയുതിർത്തതിനെ തുടർന്ന് സേനാംഗങ്ങൾ തിരിച്ചടിച്ചു. രക്ഷപ്പെട്ട ഭീകരർക്കായി തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. അമേരിക്ക നൽകിയ ആയുധങ്ങൾ ഉപയോഗിച്ച് റഷ്യൻ അതിർത്തി പ്രദേശങ്ങളിൽ ആക്രമണം നടത്താൻ യുഎസ് പ്രസിഡന്റ് ജോ ബൈഡൻ ഭരണകൂടം യുക്രൈന് അനുമതി നൽകി. യുക്രൈനിന്റെ കിഴക്കൻ ഖാർഗീവ് മേഖലയുമായുള്ള റഷ്യയുടെ അതിർത്തി പ്രദേശങ്ങളിൽ മാത്രം ഇത്തരത്തിൽ ആയുധങ്ങൾ ഉപയോഗിക്കാനാണ് യുഎസ് അനുമതി. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 7ാം ഘട്ട വോട്ടെടുപ്പ് നാളെ. മുന്നൊരുക്കങ്ങൾ പൂർത്തിയായതായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. ഇന്ന് നിശബ്ദ പ്രചാരണം. കേരളത്തിൽ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കാലാവസ്ഥാ വകുപ്പ്. 12 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത. സംസ്ഥാനത്ത് മഴക്കെടുതി രൂക്ഷം. കർണാടക എംപിയും ജെഡിഎസ് നേതാവുമായ പ്രജ്വൽ രേവണ്ണ ലൈംഗിക പീഡനക്കേസിൽ ബംഗളൂരുവിൽ അറസ്റ്റിൽ. ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിൽ കടുത്ത ചൂട് തുടരുന്നു. ബീഹാറിലും ഒഡീഷയിലും സൂര്യാഘാതമേറ്റ് നിരവധി മരണം.
പുകയിലയുടെ ഉപയോഗത്തിലൂടെ ഉണ്ടാകുന്ന ആരോഗ്യ പ്രശ്നങ്ങളെക്കുറിച്ച് പൊതുജനങ്ങളിൽ അവബോധം സൃഷ്ടിക്കുന്നതിനായി ഇന്ന് ലോക പുകയില വിരുദ്ധ ദിനം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.